السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും പ്രിയം നിറഞ്ഞ ഉസ്താദുമാർ, മറ്റു സഹപാഠി സുഹൃത്തുക്കൾ, നാം ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സൂറത്തു ശറഹിനെ കുറിച്ചാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക. നബിയെ, അങ്ങയുടെ ഹൃദയത്തെ അങ്ങേക്ക് വേണ്ടി നാം വിശാലമാക്കി തന്നില്ലയോ? വവളഅനാ അൻക വിസ്റക. അങ്ങയുടെ ഉത്തരവാദിത്വ ഭാരങ്ങളെ നാം ഇല്ലാതെയാക്കി തന്നില്ലയോ തങ്ങളെ? അല്ലദീ അൻഖദ ളഹ്റക. എങ്ങനത്തെ ഉത്തരവാദിത്തങ്ങളായിരുന്നു അത്? നബി തങ്ങളുടെ മുതുകൊടിക്കുന്ന ഉത്തരവാദിത്തങ്ങളായിരുന്നു. വറഫഅനാ ലക ദിക്റക. നബിയെ, അങ്ങേക്ക് വേണ്ടി അങ്ങയുടെ പ്രകീർത്തനങ്ങളെ നാം വാനോളം ഉയർത്തി തന്നില്ലയോ? ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. നിശ്ചയം പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. വീണ്ടും പറയട്ടെ, പ്രയാസത്തോടൊപ്പമാണ് എളുപ്പം തങ്ങളെ. ഫഇദാ ഫറഗ്ത ഫൻസബ്. നബിയെ, അങ്ങേ ഏൽപ്പിച്ച ഒരു ദൗത്യത്തിൽ നിന്നും തങ്ങൾ വിരമിച്ചാൽ മറ്റൊരു ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയും അതിൽ കഠിനാധ്വാനം ചെയ്ത് ആ വിഷയം പൂർത്തീകരിക്കുകയും വേണം. വഇലാ റബ്ബിക ഫർഗബ്. അങ്ങനെ ദൗത്യ നിർവഹണങ്ങളിലൂടെ തങ്ങൾ തങ്ങളുടെ രക്ഷിതാവിന്റെ പ്രീതി കരസ്ഥമാക്കുകയും റബ്ബിലേക്ക് നബിയെ തങ്ങൾ പ്രതീക്ഷയർപ്പിക്കുകയും ചെയ്യുക. ഇവിടെ സൂറത്തു ശറഹിന് ശറഹി എന്ന് പേര് വെക്കാനുള്ള കാരണം, ഈ സൂറത്തിൽ പരാമർശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അലം നശ്റഹ് ലക സദ്റക. നബി തങ്ങളുടെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുത്തു എന്നുള്ളത്. എന്തും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലും പർവ്വത സമാനമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടും ഏത് കൊടിയ ശത്രുവിനും പൊതുമാപ്പ് നൽകാൻ തയ്യാറാകുന്ന വിധത്തിലുമുള്ള ഖൽബിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി കൊടുത്തു. അതുകൊണ്ട് തന്നെ അലം നശ്റഹി എന്ന നശ്റഹിൽ നിന്നാണ് ശറഹി എന്ന സൂറത്തിന് പേര് നൽകിയിട്ടുള്ളത്. ഇവിടെ അലം നശ്റഹ് ലക സദ്റക എന്നതിന് മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീർ പറയുന്നുണ്ട്, ഐ ജഅൽനാഹു ഫസീഹൻ റഹീബ. അങ്ങയുടെ ഹൃദയത്തെ എന്തും ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ നാം വിശാലമാക്കി തന്നു. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ എവിടെയും പതറിപ്പോയിട്ടില്ല. ഇത്രത്തോളം വഹ്യുകൾ ലഭിച്ചിട്ടും ഏതെങ്കിലും ഒരു വഹ്യ് മനസ്സിലാകാതെ അന്തിച്ചു പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക. നബിയെ, അങ്ങയുടെ ഉത്തരവാദിത്ത ഭാരങ്ങളെ നാം ഇല്ലാതെയാക്കി കളഞ്ഞില്ലയോ? അങ്ങയുടെ മുതുകൊടിക്കുന്ന ഉത്തരവാദിത്തങ്ങളായിരുന്നു അത്. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മടിയിൽ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ഇറങ്ങുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന് നല്ല ഭാരം അനുഭവപ്പെടും. അങ്ങനെ നബി തങ്ങളുടെ തലക്കിറങ്ങിയ ആ ഭാരം കാരണമായി എൻ്റെ തുടയെല്ല് പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ ഭയന്നുപോയി. അപ്പോൾ സാധാരണ ഒരു മനുഷ്യനാണ് ഈ ഖുർആൻ ഇറങ്ങുന്നതെങ്കിൽ അവന് എത്രത്തോളം ഭാരമുണ്ടാകും? അങ്ങനെയുള്ള ഒരു ഭാരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ഇല്ലാതെയാക്കി കൊടുത്തു. വറഫഅനാ ലക ദിക്റക. അങ്ങയുടെ പ്രകീർത്തനങ്ങളെ നാം അങ്ങേക്ക് വേണ്ടി വാനോളം ഉയർത്തി തന്നില്ലയോ തങ്ങളെ? മഹാനായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു ബൈത്ത് പാടുന്നുണ്ട്.
وضم الإله اسم النبي إلى اسمه إذا قال في الخمس المؤذن أشهد وشقاله من اسمه ليجله فذو العرش محمود وهذا محمد وضم الإله اسم النبي إلى اسمه അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പേരിനോട് കൂടെ നബി തങ്ങളുടെ പേരിനെ കൂടി ചേർത്തു. ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദിനു അശ്ഹദു, മുഅദ്ദിൻ 5 വക്ത് നിസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ പേരിനോട് കൂടെ നബി തങ്ങളുടെ പേരിനെ കൂടി ചേർത്തു. ഇത് നബി തങ്ങളുടെ പ്രകീർത്തനങ്ങളെ വാനോളം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. വശഖാലഹു മിൻ ഇസ്മിഹി ലിയുജില്ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളെ ആദരിക്കാൻ വേണ്ടി അവന്റെ പേരിനെ കീറിയിട്ട് അതിനോട് കൂടെ നബി തങ്ങളുടെ പേരിനെ കൂടി ചേർത്തു. ഫദുൽ അർശി മഹ്മൂദുൻ, അർശിന്റെ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്മൂദാണ്. വഹാദാ മുഹമ്മദുൻ, നബിയെ അങ്ങ് മുഹമ്മദുമാണ്. ഇത് വറഫഅനാ ലക ദിക്റ എന്നതിന്റെ ഒരു തഫ്സീർ കൂടിയാണ്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ, നിശ്ചയം പ്രയാസത്തോടു കൂടിയാണ് എളുപ്പം. ഇവിടെ ഈ വിഷയം ആവർത്തിച്ച് പറഞ്ഞത് ഇതിന് ഒന്നുകൂടി ഊന്നൽ നൽകാൻ വേണ്ടിയാണ്. ഒരു മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു സന്ദേശമാണ് ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ എന്നുള്ളത്. ഒരു മുതലാളിയെ എടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ നാം ഒരു ഡോക്ടറെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ശമ്പളം കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് അസൂയ തോന്നും. എന്നാൽ അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലം എന്ന് എടുത്തു നോക്കിയാൽ മുമ്പ് കാലത്തെ കുറെ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും കഥ പറയാനുണ്ടാവും. അപ്പോൾ ഒരു പരാജയം കാണുമ്പോൾ അതൊരു വിജയത്തിന്റെ മുന്നോടിയാണെന്ന് ഒരു മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കണം. ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്, നബിയെ അങ്ങയുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും അങ്ങ് വിരമിച്ചാൽ മറ്റൊരു പ്രവൃത്തിയിലേക്ക് നിങ്ങൾ മുന്നേറുക. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നി ലഅക്റഹു അൻ അറാ അഹദകും ഫാരിഗൻ സഹ്ല, നിങ്ങളിൽ നിന്നും ഒരാളെ വെറുതെ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്നത് കാണുന്നത് ഞാൻ വെറുക്കുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതൊരു സമയത്തും ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കണം. ഇവിടെ അലം നശ്റഹ് ലക സദ്റക എന്നതിലും വറഫഅനാ ലക ദിക്റക എന്നതിലും ലക എന്നതിനെ ഉച്ചരിച്ചു. ഇതിന്റെ മഅന ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹാദാ ലാമുൻ ബിലാം, ഇത് ലാമിന് പകരം വന്ന ഒരു ലാമാണ്. ഇതിന്റെ മഅന വേണ്ടി എന്നതാണ്. നബി അങ്ങ് ചെയ്യുന്നതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നതിന് ഒരർത്ഥാണ് പറഞ്ഞത്. കേൾക്കണില്ലേ? എന്നതിൻ്റെ ഒരു വിശദീകരണം നൽകി ഭാരത്തെ ഉയർത്തിത്തന്നു നമ്മൾ എന്ന് മറ്റു വല്ല മുഫസ്സിറുകളും മറ്റു വല്ല തഫ്സീറും പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് ഒരു ചോദ്യം. പിന്നെ ഈ സൂറത്തിൻ്റെ സബബുൻ നുസൂലുമായി ബന്ധപ്പെട്ട് വല്ലതും മുഫസ്സിറുകൾ സൂചിപ്പിച്ചിട്ടുണ്ടോ എന്നുമാണ് മറ്റൊരു ചോദ്യം. നബി തങ്ങൾക്ക് കുഫാറുകളിൽ നിന്ന് ധാരാളം പ്രയാസം ഉണ്ടായി. അതിനുശേഷം നബി തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് സഹായിച്ചു, അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ആ സമയത്താണ് ആയത്തിറങ്ങുന്നത്. ചോദിച്ചത് ഒന്ന് സബബുൻ നുസൂല്, മറ്റൊന്ന് വവളഅന അൻക വിസ്റക്കും വല്ല തഫ്സീർ, വേറെ വല്ല തഫ്സീറുകളും ഉണ്ടോ എന്നുള്ളതാണ്. ഒന്ന് ഭാരത്ത് ഉയർത്തി എന്നുള്ളതാണ് അർത്ഥം പറഞ്ഞത്, അതല്ലാതെ മറ്റു വല്ല വിവക്ഷകളും നൽകിയിട്ടുണ്ടോ? വല്ല അതിനെ മായ്ച്ചു കളഞ്ഞു. നബി തങ്ങൾക്ക് കൊടുത്ത ഭാരത്തെ മായ്ച്ചു കളഞ്ഞു.